ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ കുറച്ച് ക്ലീനിങ്ങും ചെറിയൊരു ഓർഗനൈസിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എൻഡിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തടുത്ത് അങ്ങനെ ചെയ്ത് പോവാമല്ലോ. അപ്പോൾ ഞാൻ ലെഫ്റ്റ് എൻഡിൽ നമുക്കിവിടെ കുറച്ചധികം ഐറ്റംസ് ഇരിപ്പുണ്ടല്ലോ, ഈ മസാല ഐറ്റംസും ഓയിൽ ക്യാൻസും എല്ലാം. അപ്പോൾ അതെന്തായാലും കുറച്ച് അത്യാവശ്യം ക്ലീനിങ് ആവശ്യമാണ്. അപ്പോൾ ഈ ഐറ്റംസ് പ്രത്യേകിച്ച് നമ്മൾ റെഗുലർലി കുക്കിംഗ് സ്റ്റൗ ടോപ്പിൻ്റെയൊക്കെ അടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് വീക്ക്ലി വൺസെങ്കിലും ഇങ്ങനെ എടുത്തു മാറ്റി ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓയിൽ സ്റ്റെയിൻസും ഗ്രീസും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മാക്സിമം അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങ് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് തന്നെ സ്ക്രബ് ഇട്ടിട്ട് ടൈൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ റെഗുലർലി എനിക്കിങ്ങനെ ക്ലീനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഗ്യാസ് അടുപ്പും എല്ലാം ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തിടുകയാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തൊക്കെ നല്ലപോലെ വൈപ്പ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത തുണികൾ ഇതിനു വേണ്ടി എടുക്കുകയായിരിക്കും. നല്ല സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ അടുത്തത് തൊട്ടപ്പുറത്തെ സൈഡിൽ പാത്രങ്ങൾ കുറച്ച് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പാത്രങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ എടുത്ത് വെച്ചതിന് ശേഷം ക്ലീനിങ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ സാധനങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാ പാത്രങ്ങളും എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഡിഷ് ഡ്രെയിനറും നന്നായിട്ട് കഴുകിയെടുക്കാനുണ്ട്. പൊതുവേ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് ഈ ഡിഷ് ഡ്രെയിനർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വിട്ടുപോകാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം അതും ഒരു റെഗുലർലി നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ലപോലെ അഴുക്കും സ്റ്റെയിനും എല്ലാം പിടിക്കും. അപ്പോൾ അതും വിട്ടുപോകാതെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നമ്മുടെ യൂഷ്വൽ കിച്ചൺ ക്ലീനിങ്ങിനും അതല്ലാതെ ഡീപ്പ് ക്ലീനിങ്ങിനുമൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് ഐറ്റംസ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് കുറച്ച് ഈസി ആയിരിക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കി വെക്കാറുള്ള ഡിഷ് ക്ലീനിങ് ലിക്വിഡില്ലേ, വിനീഗർ, ബേക്കിംഗ് സോഡ, പിന്നെ നമ്മളുടെ ഡിഷ് ക്ലീനിങ് ലിക്വിഡിൻ്റെ ആ ഒരു മിക്സ്, അത് നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിൽ റെഡിയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ നമുക്ക് വൈപ്സ് ഉണ്ടെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈപ്സ് ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഫൈനൽ നമുക്കൊന്ന് ശരിക്കും വൈപ്പ് ചെയ്തെടുക്കുമ്പം വൈപ്സ് ഒത്തിരി ഇഫക്റ്റീവാണ്. പിന്നെ നമുക്ക് പഴയ കോട്ടൺ ക്ലോത്ത്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു വൈപ്സ് മോഡൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കട്ടിയുള്ള സ്റ്റെയിൻസൊക്കെ ഏതെങ്കിലും കോർണേഴ്സിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു പോകുന്നതും നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ഐറ്റംസാണ് ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ് നല്ലതാണ്, അതുപോലെ ഈ കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, ഇതെല്ലാം തന്നെ നല്ലതാണ് കേട്ടോ. നമുക്ക് പല കോമ്പിനേഷൻസിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഹാൻഡി ആയിട്ടുണ്ടെങ്കിൽ കട്ടി സ്റ്റെയിൻസ് വരുമ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ടൂത്ത് ബ്രഷ് നമ്മളുടെ കിച്ചൻ്റെ എവിടെയെങ്കിലും ഒരു ഇതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കുക്കറിൻ്റെ ഇടയിലുള്ള സ്റ്റെയിൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട്, അതുപോലെ മിക്സിയുടെ ഇടയിൽ, അതെല്ലാം ഈസി ആയിട്ട് ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എടുത്ത് കളയാവുന്നതാണല്ലോ. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിലുള്ള പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ ഒരു കോർണറിൽ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കൗണ്ടർ ടോപ്പിൽ നമുക്ക് മിനിമം സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ക്ലീനിങ് അത്രയും എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്കെന്തായാലും അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഞാൻ ഒരു ഓവൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഇതുപോലെ കുറച്ച് ഐറ്റംസും വെക്കുന്നുണ്ട്. എനിക്കെന്തായാലും കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നതാണ് എനിക്കൊരു ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾക്ക് അത് ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും കബേർഡ്സ് അതുപോലെ സെറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ മാക്സിമം ഉള്ളിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണല്ലോ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. എന്നാലും പൊതുവേ ഒരു റൂളെന്ന് പറഞ്ഞാൽ മാക്സിമം സാധനങ്ങൾ കുറച്ചാൽ ക്ലീനിങ് അത്രയും ഈസി ആയിരിക്കും.
പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡീക്ലട്ടറിങ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഒരു മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡീക്ലട്ടറിങ് കുറച്ചുകൂടി ഉഷാറാക്കണം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കിച്ചൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എയർ ഫ്രയറും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. എയർ ഫ്രയറിൻ്റെ യൂസ് ഇപ്പോൾ കുറവാണ് കേട്ടോ. ഇപ്പം ഞാൻ ജോബിൽ കൂടി കയറിയ പിന്നെ അത്രയും കൂടി ഞാൻ യൂസ് ആക്കുന്നില്ല. ഓവൻ ചൂടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ നമ്മളുടെ ഗ്രിൽ OTG ഓവൻ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും എയർ ഫ്രയർ അതിലെ കുക്കിംഗ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം തീരെ കിട്ടുന്നില്ല അതിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ സൈഡ് മിക്സിയും കൂടി മാറ്റി പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പും കൂടി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ശരിക്കും മിക്സി, ഒരു അവൻ, പിന്നെ ഒരു എയർ ഫ്രയറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇച്ചിരി കൂടുതലാണ് സാധനങ്ങൾ. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചണിൽ 2 സ്ലാബ് മാത്രമേ ഉള്ളൂ സാധനങ്ങൾ വെക്കാൻ വേണ്ടി. ഫ്ലോർ സ്പേസ്, പിന്നെ ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ആ ഒരു സെക്ഷനിൽ വാഷിംഗ് മെഷീൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഞാനൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഗ്രൈൻഡറൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പക്ഷേ പ്ലഗ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആവശ്യം വരുമ്പം ഈ കൗണ്ടർ ടോപ്പിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കണം. നമ്മുടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ പ്ലഗ്സിൻ്റെ ഒരു കുറവുണ്ട്. അത് വെക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ അല്ലേ. പിന്നെ ഫ്യൂ മന്ത്സിൽ നമ്മുടെ കിച്ചൺ കാഴ്ചകളൊക്കെ ഒന്ന് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുമ്പോൾ ഞാൻ എന്തായാലും അത് വ്ളോഗിൽ കൂടെയൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. എന്തായാലും തൽക്കാലം നമുക്ക് നമ്മുടെ ഈ കിച്ചണിലെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഞാനപ്പോൾ എന്തായാലും ടൈൽസ്, ഈ ഭാഗത്തെ ടൈൽസ് ഒന്ന് നല്ലപോലെ ക്ലീനാക്കി കൊടുക്കുകയാണ്. അവിടെ അവനുമൊക്കെ വരുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ടൈൽസൊക്കെ ബ്ലോക്ക് ആവും. അപ്പോൾ റെഗുലർ ക്ലീനിങ്ങിൽ നമുക്ക് അത്ര അധികം അങ്ങോട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കൗണ്ടർ ടോപ്പ് അത്രയും ഭാഗം എനിക്ക് അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തിൽ കൗണ്ടർ ടോപ്പ് എല്ലാം നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതേതായാലും സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐറ്റംസ് അറേഞ്ച് ചെയ്യാൻ ഇതുപോലുള്ള ട്രേസ് അല്ലെങ്കിൽ വുഡൻ ട്രേസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പ്ലേസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഫ്ലാസ്കിന്, അതുപോലെ ഇടികല്ല്, ട്രേസ്, അതിനൊക്കെ ഒരു പ്ലേസ് വന്നല്ലോ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ നിരത്തി വെച്ചാൽ കറക്റ്റായിട്ടൊരു പ്ലേസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു ലേസി സൂസൻ മോഡലിലുള്ളൊരു ട്രേയും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് 2 തട്ടുള്ള ഒരു ട്രേ ആണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ എന്നാലും അത് അത്ര സ്റ്റേഡി ഒന്നുമല്ല കേട്ടോ. ഒത്തിരി വെയിറ്റുള്ള ഐറ്റംസ് വെക്കാൻ അത്ര നല്ലതല്ല. ലൈറ്റായിട്ട് നമുക്കൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, അങ്ങനെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനതെന്തായാലും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ, ഗീ, പിന്നെ ടൂത്ത് പിക്ക്, പിന്നെ ഒരു ചെറിയ ഫ്ലവർ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്, ഹണി, പിന്നെ ഗ്രീൻ ടീയുടെ സാഷേ, ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. നമുക്ക് പലപ്പോഴും ഒരു കാറ്റഗറി തിരിച്ച് വെക്കാൻ പറ്റാത്ത സാധനങ്ങൾ, എന്നും എടുക്കേണ്ട സാധനങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ഒരു ലേസി സൂസൻ പോലെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവും. അതിനും ഒരു ഹോം ഉണ്ടാവുമല്ലോ. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു മെറ്റൽ സ്റ്റാൻഡാണ്. നല്ല യൂസ്ഫുൾ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്താണ് നമ്മുടെ പഞ്ചസാര, ചായ, അങ്ങനെയുള്ള നമ്മളെപ്പോഴും എടുക്കുന്ന ഐറ്റംസ് അത് കബോർഡിനകത്തേക്ക് വെച്ചിട്ടില്ല. ഇവിടെ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുക്കിംഗ് പെട്ടെന്ന് തീർക്കാൻ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ച് ചെയ്തത്. അപ്പം എനിക്ക് മേലെ കബോർഡിൽ സ്പേസ് ഉണ്ടായിരുന്നെങ്കിലും ആ കബോർഡിൻ്റെ ഡോറ് ചെറിയൊരു പണി കിട്ടിയോണ്ടാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത്. പക്ഷേ എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടോ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്. അപ്പം ഞാൻ മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഈ ഒരു സ്റ്റാൻഡിൽ ഗ്ലാസ് ബോട്ടിൽസിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം മൂടിയുള്ള ബോട്ടിൽസ് നമ്മുടെ ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ആ ഒരു മോഡലിൻ്റെ പല വലിപ്പത്തിൽ അവൈലബിൾ ആണ്. ടോൾ, പിന്നെ മീഡിയം എല്ലാം അവൈലബിൾ ആണ്.
പിന്നെ മേലെ ചായപ്പൊടിയൊക്കെ വെച്ചിരിക്കുന്നത് വേറൊരു ടൈപ്പാണ്. പിന്നെ കുറച്ച് ന്യൂട്ടെല്ലയുടെ ജാഴ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്ലവർ പോട്ടാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ സ്പൂൺസൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാണ്. അതിൽ നല്ലൊരു കോട്ടുമുണ്ടല്ലോ, എൻജോയ് ലിറ്റിൽ തിങ്സ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റീൽ കൈലുകളെല്ലാം തന്നെ എനിക്കതിൽ ഈസി ആയിട്ട് കൊള്ളും. അതുകൊണ്ട് ഞാനത് അതിനകത്ത് വെച്ചു. പിന്നീട് ഞാനൊരു സ്റ്റീൽ കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ കത്തി അങ്ങനത്തെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു വീഡിയോ എടുത്തതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം ഞാൻ വേറെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറല്ല, അത് ആക്ച്വലി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി സ്പൂൺസ് മാത്രം വെക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. നമ്മൾ ഡിഷ് വാഷിംഗ് ചെയ്യുന്ന സിങ്കിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു സംഭവമാണ്, ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ അതാണ് തൽക്കാലം ഞാനിപ്പോൾ കത്തിയൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാനൊരു സ്റ്റീൽ സ്പൂൺ ഹോൾഡറില്ലേ, അതും വാങ്ങിച്ചിരുന്നു കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിടുകയാണ്. എന്തായാലും കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും താഴെ അത്യാവശ്യം ഒന്ന് വൃത്തികേടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചിട്ടാൽ ഇന്ന് ഉദ്ദേശിച്ച ടാസ്ക് ക്ലീൻ ആയിട്ടുണ്ട്. ബാക്കി നമ്മളുടെ കിച്ചൻ്റെ ഇനിയും ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ക്ലീനിങ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഡിവൈഡ് ആൻഡ് കോൺകർ റൂളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം ഓരോ കിട്ടുന്ന സമയത്തിൽ നമുക്ക് കുറച്ച് ക്ലീനിങ് ചെയ്ത് തീർത്താൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒന്നും മുടങ്ങി പോവില്ല, നമ്മൾ ടയേർഡ് ആവില്ല, നമ്മുടെ ഓരോ ഭാഗവും ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.